നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഹോബികൾ ഉണ്ടാവും അല്ലേ? സ്റ്റാമ്പ് കളക്ഷനോ വ്യത്യസ്ത കറൻസി നോട്ടുകളുടെ കളക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്നാൽ കയ്യിൽ കിട്ടുന്നത് എന്തും ശേഖരിച്ചു വെക്കുന്ന ഒരാളുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. അതിൽ പഴയ ക്യാമറകൾ മുതൽ പണ്ടത്തെ ടെലിഫോൺ റീചാർജ് കാർഡും പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീനും എല്ലാം ഈ ശേഖരത്തിലുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളല്ലേ ഉള്ളൂ. 24 വർഷം മുമ്പ് ഇറങ്ങിയ ദേവദൂതൻ വന്നു. ഇനി 31 വർഷം മുമ്പ് ഇറങ്ങിയ മണിച്ചിത്രത്താഴ് വരാൻ പോകുന്നു. അങ്ങനെ പഴയതിനെ മൊത്തം പുതുക്കിക്കൊണ്ടിരിക്കുക. പുതുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതെന്താ? ബാ നമുക്ക് കാണാം. അരുണ് റേഡിയോ കേൾക്കാറുണ്ടോ? പിന്നെ റേഡിയോ കേട്ടാണ് നമ്മൾ വളർന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് റേഡിയോന് ലൈസൻസ് ഉണ്ടായിരുന്നു. ലൈസൻസ്? നമ്മൾ റേഡിയോക്ക് ലൈസൻസ് ഇത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ ലൈസൻസ് എടുത്തിരുന്നത്. അത് എല്ലാ വർഷം കൊണ്ട് പുതുക്കണോ? ഇനി എന്താ ഉള്ളത്? അടുത്തതാണ് ഇതൊരു 12 ഫ്രെയിമിൻ്റെ ക്യാമറയാണ്. തലവഴി മുണ്ടിട്ടിട്ട് പണ്ട് സ്റ്റുഡിയോയിലെല്ലാം പടം എടുത്തിരുന്നു. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അപ്പം അതിനുശേഷം പുറത്തേക്ക് വന്നിരുന്ന ഒരു ക്യാമറയാണിത്. മറ്റേത് വലിയ ബോക്സ് ആയിരുന്നു. ഇത് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മിനിയേച്ചർ. ഇത് ഫ്ലോപ്പി ആയിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. ഫ്ലോപ്പിയാണ്. പക്ഷേ ഇത് ഒന്നും അറിയില്ല. ഇതാണ് ഡിജിറ്റലിലേക്ക് മാറിയ ക്യാമറ. കാസറ്റ് ടൈപ്പ് ക്യാമറയാണിത്. ഫിലിം എന്ന് വെച്ചാൽ അതൊരു കാസറ്റാണ്. റിസീവറുമായിട്ട് കാസറ്റ് അത് എടുത്തിട്ട് വേണം നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ പിന്നെയും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇത് ഇതിന്റെ ബാറ്ററിയാണ്. പിന്നെ ക്യാമറ ഫ്ലാഷ് സെപ്പറേറ്റ് ആണ് വരുന്നത്. കല്യാണങ്ങൾക്ക് യൂസ് ചെയ്ത സാധനങ്ങളാണ്. ഇപ്പൊ പിള്ളേരെല്ലാം ഫിലിം കാണുന്നത് മൊബൈലിലേക്കാണ്. പണ്ട് ഫിലിം കണ്ടിരുന്നത് ഇങ്ങനെയാണ്. ഈ സ്പൂളിൽ ഇടും, ലോക്ക് ചെയ്യും, അടുത്ത ഇതിലേക്ക് കണക്ട് ചെയ്യും, എന്നിട്ട് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്ക്രീനിൽ വിഷ്വല് കാണാൻ പറ്റും. ഗൾഫിൽ പോയതിനു ശേഷം ഉണ്ടായതാണ്. ടെലിഫോൺ ബൂത്തിൽ പോയിട്ട് വേണം നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം. നമുക്ക് എത്ര രൂപയുടെ കാർഡ്, ഞാൻ പോയത് ഒമാനിലാണ്, നമുക്ക് എത്ര നേരം സംസാരിക്കണം അതനുസരിച്ചുള്ള കാർഡ് മേടിക്കാം. എന്നിട്ട് ഈ മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് അങ്ങനെ എല്ലാവരും കളഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പ്രത്യേകത തോന്നി. ഈ കാർഡിന് പലവിധ പടങ്ങളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ അത് കളക്ഷൻ തുടങ്ങി. അജിലിറ്റി എന്ന് പറഞ്ഞ ഖത്തറിലെ കമ്പനിയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ ഹാൻഡിൽ ചെയ്ത എക്സിബിഷൻസ്, എൻ്റെ ജോലി അതാണ്, എക്സിബിഷൻസ് ആണ് ഹാൻഡിൽ. അപ്പോൾ അതിൽ ജോലി ചെയ്ത ഫ്ലാഗ്സ്, അതിൻ്റെ മുകളിൽ എല്ലാവരും സിഗ്നേച്ചർ എടുത്തിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഫോർമുല 1ൻ്റെ റിമ്മും അതിൻ്റെ ഒരു പാട്ടും അതൊരു സൗകര്യമായിട്ട് ജഡ്ജ് എന്ന് പോയപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ റെയർ ആണ്, എല്ലാവർക്കും കിട്ടുന്ന സംഭവം. വെറൈറ്റിയാണ്. മാരഡോണ സൈൻ ചെയ്ത ഒരു ഫുട്ബോൾ ഉണ്ട്. ഈ കപ്പലിന്റെ പ്രത്യേകത വെച്ചാൽ വാസ്കോ ഡി ഗാമ വന്ന വഴിയിലേക്കൂടി, ഇതൊരു സെയിൽ വെസലാണ്, ആ വഴിയിലേക്കൂടി ഈ കപ്പൽ വന്നിട്ട് പോകുന്നതാണ്. അപ്പം കൊച്ചിയിൽ വന്നപ്പോൾ വിസിറ്റ് ചെയ്ത സമയത്ത് ആ കപ്പലിൽ പോകാനുള്ള ഒരു ചാൻസ് കിട്ടി. അങ്ങനെ അവിടുന്ന് കിട്ടിയ സൗകര്യമാണ്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ബസ്സിനകത്ത് ഇതെല്ലാം വെച്ചിട്ട്, ഒരു ബസ്സിനകത്ത് വെച്ചിട്ട് എല്ലാ സ്കൂൾസിലും പോയി കാണിക്കുക. To avoid drugs and bring back hobbies. ഫോർട്ട് കൊച്ചിക്കാരൻ വികാസ് ഏട്ടന്റെ ഈ കളക്ഷൻസ് കണ്ടില്ലേ? ഇതൊക്കെ പുതുതലമുറയ്ക്ക് പുത്തൻ അറിവ് പകരുന്നതാണ്. നമ്മൾ ഇവിടെ വരെ എങ്ങനെ എത്തിയെന്നറിയാൻ ഉതകുന്നതാണ്. വന്ന വഴിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കും പഴയ തലമുറയ്ക്ക്. എന്തായാലും ഇതൊക്കെ അറിയാനും നിങ്ങൾക്കൊരവസരം ഉണ്ടാകട്ടെ. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. തത്സമയം അരുൺ ശങ്കർ ചേർന്നു. അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. പലർക്കും ഉണ്ടാവും ഇതുപോലെ ചില ശീലങ്ങൾ എന്ന് തുടക്കത്തിൽ റിപ്പോർട്ടിൽ അരുൺ ശങ്കർ പറഞ്ഞില്ലേ? ശരിയാണ്, പലർക്കും ഉണ്ടാവും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ കൗതുകം തോന്നി സൂക്ഷിച്ചു വെക്കാൻ. പക്ഷേ അവരിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം, വളരെ കൃത്യമായി ഇതൊക്കെ അടുക്കി സൂക്ഷിക്കുന്നു എന്നതാണ്. വാരി വലിച്ചിടുകയോ ഇഷ്ടം കൊണ്ട് എവിടെയെങ്കിലും വയ്ക്കുകയോ അല്ല, പക്ഷെ കൃത്യമായി സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധിച്ചും ചിലത് പറയുന്നുണ്ടായിരുന്നു. എന്താണ് കൃത്യമായി എന്ന് എനിക്ക് മനസ്സിലായില്ല അരുൺ. എന്താണ് അദ്ദേഹവുമായി പങ്കിട്ടപ്പോൾ ഉണ്ടായിരുന്നൊരു അനുഭവം, അദ്ദേഹത്തിൻ്റെ ജോലി, ഈ ശീലം, പറയൂ കൂടുതൽ വിവരങ്ങൾ.
കാണുന്നത് എന്തിലും കൗതുകം കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്നിലായിരിക്കും ചിലപ്പോൾ കൗതുകം ഉണ്ടാകും. ചിലപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ, ഹോബിയെക്കുറിച്ച് പറഞ്ഞാൽ സ്റ്റാമ്പ് കളക്ഷൻ, അല്ലെങ്കിൽ കാറിനകത്ത് ക്രേസ് ഉണ്ടാക്കാം. പക്ഷേ ഇത് കാണുന്ന എന്തിലും ഒരു കൗതുകം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് വികാസ് രാംദാസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം നമ്മുടെ സ്ട്രിങ്ങർ കൂടിയാണ്, ഫോട്ടോ വെച്ച് സ്ട്രിങ്ങറാണ്. അദ്ദേഹത്തിന് നേരത്തെ ഈ ഷിപ്പിൽ ജോലി ഉണ്ടായിരുന്നു, ലോജിസ്റ്റിക്സിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഫോർമുല 1-ൻ്റെയൊക്കെ ലോജിസ്റ്റിക്സ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എവിടൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം ഒരു ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊണ്ടുവരും. ഇപ്പോൾ ഫോർമുല 1-ൻ്റെ ആ റിമ്മാണ്, കാർ നമ്മൾ കണ്ടിട്ടില്ല, ഫോർമുല 1-ൽ കുതിച്ചു പായുന്ന കാറുകൾ, അതിനകത്ത് ഉപയോഗിക്കുന്ന റിമ്മാണ് അദ്ദേഹം വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം ആദ്യമായിട്ട് നടത്തിയ എക്സിബിഷൻ്റെ ബാനർ അദ്ദേഹം അവിടുത്തെ പ്രധാനികളുടെ ഒപ്പ് വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തിലും ഒരു കൗതുകം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മളിപ്പോഴാണല്ലോ മൊബൈലിൽ ഓൺലൈനിലൊക്കെ റീചാർജ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് കാർഡായിരുന്നു, അത് വിദേശത്ത് ഗൾഫിലൊക്കെ ആ കാർഡ് വന്ന സമയത്ത് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുക, അങ്ങനെ കയ്യിൽ കിട്ടുന്നത് എന്തും കളയാതെ സൂക്ഷിച്ചു വെക്കുന്നു. അത് അങ്ങനെ അധികം ആരും ചെയ്യുമെന്ന് തോന്നുന്നില്ല. മിക്കവരും ഏതെങ്കിലും ഒന്നിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പക്ഷേ ഇദ്ദേഹം കയ്യിൽ കിട്ടുന്ന എല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ്. പഴയ ക്യാമറ, ആ ക്യാമറ ശേഖരമൊക്കെ വളരെ വിലപ്പെട്ടതാണ്. കാരണം നമ്മൾ എങ്ങനെ ഇവിടെ വന്ന് എത്തി നിൽക്കുന്നു, ഈ ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെ വന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നോക്കി നമുക്ക് കാണാൻ കഴിയും. പഴയ ടൈപ്പ് റൈറ്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ പലർക്കും അറിയാത്ത കാര്യം, ഈ ഷിപ്പിൻ്റെയൊക്കെ ടാഗ് ഉണ്ട്. പല ഷിപ്പ് വരുന്ന സമയത്ത് അവിടെയൊക്കെ സന്ദർശിക്കുന്ന ഒരു ടാഗ് നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാസ്കോ ഡ ഗാമ വന്ന വഴിയിലൂടെ ഒരു കപ്പൽ സഞ്ചരിച്ചിരുന്നു, 90-ലാണെന്ന് തോന്നുന്നു. അപ്പം അന്ന് ആ കപ്പലിൽ അദ്ദേഹം സന്ദർശനം നടത്തി, അവിടെ നിന്നൊരു ഉപഹാരം കിട്ടിയിരുന്നു, അത് സൂക്ഷിച്ചു വെക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ഈ ശേഖരം മുഴുവൻ. അത് വരും തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള തലമുറയ്ക്ക് പരിചയപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ ഡ്രഗ്സിനൊക്കെ അടിപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഹോബി, അവരിൽ ഒരു ഹോബി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ മദ്യത്തോടുള്ള ആസക്തി മാറി ഇത്തരം ഹോബിയോടുള്ള കൂടുതൽ ക്രേസ് വരികയും അങ്ങനെ അവർ നേരായ വഴിക്ക്. അതൊരു വളരെ നല്ല കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ ശേഖരിച്ചു വെക്കാനുള്ള ഒരു ശീലം ഇവർക്കൊക്കെ ഉണ്ടായാൽ, യുവാക്കൾക്കുണ്ടായാൽ അവരുടെ ശ്രദ്ധ മാറും, അതിലേക്ക് ശ്രദ്ധ പോവും, അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവസരമുണ്ടാകും. അങ്ങനെ അവരതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും, അതുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് ശ്രമിക്കും. അങ്ങനെ അവരുടെ യാത്രയുടെ